Hello children, let us continue with the lesson fractions and percentages. So fractions is part of a whole and we were looking at equivalent fractions. Equivalent fractions fractions that have the same value but represented in a different form. ഒരേ വാല്യൂ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പക്ഷെ രണ്ട് ഫ്രാക്ഷൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞത്. We know we can find equivalent fractions on a number line. Fraction wall യൂസ് ചെയ്തിട്ട് നമ്മൾ equivalent fractions ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. Then ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ equivalent fractions find ചെയ്തിട്ടുണ്ട് അല്ലേ? We have found fractions, equivalent fractions in different ways. ഇനി റെക്ടാങ്കിൾ വരച്ചിട്ട് റെക്ടാങ്കിളിനെ ഡിഫറെന്റ് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് equivalent fractions ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. So there are different methods of finding equivalent fractions. Look at this shape. 4 out of 16 squares are colored. Here you can see there are 16 squares. 4 out of 16 squares are colored. But this fraction is 4 by 16 എന്നാണ് represent ചെയ്യുന്നത്. Now, when you take 4 columns, you can see 1 out of 4 is colored. Every 1 out of 4 is colored. So, this can also be said as 1 by 4. 1 out of 4 column is colored, that is 1 by 4. So 1 by 4 and 4 by 16 are equivalent fraction. Can you think of any other pair of equivalent fractions? Can you think of ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം പറഞ്ഞു ഇത് ഫുൾ ഫ്രാക്ഷൻ ആയിട്ട് എടുത്ത് നോക്കിയപ്പോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, 4 by 16 കളേർഡ് ആണ് എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഒരു റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 out of 4 is colored. So this is same as 1 by 4 എന്ന് പറഞ്ഞു. Can you think of any other method? ഒരു റോ എടുക്കണേന് പകരം രണ്ട് റോ എടുത്തു എന്ന് വിചാരിക്കുക. So you can see 2 out of every 8 is colored. 2 out of every 8, 2 by 8. അല്ലേ? 2 by 8 1 by 4 equivalent fraction ആണ്. 1 by 4 2 by 8 equivalent fraction ആണ്. 1 by 4 4 by 16 equivalent fraction ആണ്. So all these are equivalent fractions. I hope this is clear to all of you. Now moving forward, in stages 2 and 3 you worked with equivalent fractions for halves, quarters, fifths and tenths. In this unit, you will work with some other proper fractions. Proper fraction endana? Numerator smaller than denominator ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ proper fraction എന്ന് പറയുന്നത്. Fractions that have numerators less than denominator. 3 by 8, 1 by 2, 1 by 4, 4 by 17, ഇങ്ങനെയൊക്കെയുള്ള ഫ്രാക്ഷൻസ്. Everywhere you can see the numerator is less than denominator. So fractions that have numerators less than denominators are called proper fractions. നമ്മൾ like fraction പറഞ്ഞു. Like fraction പറഞ്ഞപ്പോ അതായത് രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ഫ്രാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ if all the fractions have same denominators, they are called like fractions. നമ്മള് യൂണിറ്റ് ഫ്രാക്ഷൻ പറഞ്ഞു. A fraction that has a numerator of 1. ഫ്രാക്ഷൻസ് ഉണ്ട്, ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്റർ 1 ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ യൂണിറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി fractions that have denominators lesser than numerator. For example, 7 by 5. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
you can see it is different from ഈ രണ്ട് ഫ്രാക്ഷൻസും ഡിഫറെന്റ് ആണ് അല്ലെ. ഇവിടെ എന്താണ്, ഇവിടെ ന്യൂമറേറ്റർ ആണ് വലുത്, ഇവിടെ എല്ലാം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ദ ഡിനോമിനേറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ്. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ്. ഇനി ഈ ഫ്രാക്ഷൻസിന് തന്നെ ഒരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ട്, ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. 1, 1/2. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ്. സോ കുറെ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. യൂണിറ്റ് ഫ്രാക്ഷൻ പറഞ്ഞു, ഫ്രാക്ഷൻസ് ദാറ്റ് ഹാവ് ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ടു 1, അതാണ് യൂണിറ്റ് ഫ്രാക്ഷൻ. ഇനി പ്രോപ്പർ ഫ്രാക്ഷൻ, fractions with numerators lesser than denominators are proper fraction. തിരിച്ച് ഡിനോമിനേറ്റർ സ്മോളർ ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഒരു ഹോൾ നമ്പർ വാല്യൂ ഒരു ഫ്രാക്ഷണൽ പാർട്ടും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. 2 or more fractions, if they have the same denominator, they are called like fractions. 1/4 and 3/4, 1/7 and 5/7 are all like fractions. So, we know 3/6 and 1/2 are equal. ഇവിടെ ഒരു പൈ എ തന്നിട്ടുണ്ട്, ഒരു പൈ ബി തന്നിട്ടുണ്ട്. അപ്പൊ 1/2 ഓഫ് പൈ ബിയും 3/6 ഓഫ് പൈ എയും ഈക്വൽ ആണോ? ഇതിന്റെ 3/6 ഇതിന്റെ 1/2 ഈക്വൽ ആണോ? നോ. ഫ്രാക്ഷൻസ് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ദേ ഷുഡ് ബി ഓഫ് ദ സെയിം സൈസ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് വി കെൻ സീ ദാറ്റ് പൈ എ ഇസ് സ്മോളർ ആൻഡ് പൈ ബി ഇസ് ബിഗർ. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് രണ്ടും സെയിം സൈസ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വലന്റ് ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. Write the set of fractions in order starting with the smallest fraction. When you look at these fractions, you can see that they are not like fractions. Like, ഇവിടെ തന്നിരിക്കുന്ന fractions ഏതൊക്കെയാണ്? 1/2, 5/8, 3/8, 3/4. അപ്പൊ നമുക്കിത് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് they should be like fractions. ഇത് ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിലാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ ഈസി ആവുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 1/2, 5/8, 3/8 and 3/4. ഇവിടെ ഡിനോമിനേറ്റർ എത്രയാണ്? 2 ആണ് അല്ലെ. ഇവിടെ ഡിനോമിനേറ്റർ 8 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 8 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. സോ ദേ ഹാവ് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്. സോ we first think of, is there a method by which we can make all the fractions to the same denominator? ആദ്യം എന്ത് ചെയ്യണം? എല്ലാ ഫ്രാക്ഷൻസിനെയും സെയിം ഡിനോമിനേറ്ററിലേക്ക് ആക്കണം. അപ്പൊ 1/2, 8നെ 2 ആക്കാൻ ഡിഫിക്കൽട്ട് ആണ് അല്ലെ. 2നെ 8 ആക്കാൻ ഈസിയാണ്. 2നെ 8 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 2 into 4 ചെയ്താല് നമുക്ക് 8 കിട്ടും. 2 into 4 ചെയ്താല് നമുക്ക് 8 കിട്ടും. പക്ഷെ നമുക്കറിയാം നമുക്ക് ന്യൂമറേറ്ററിനെ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെയും ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 1 into 4 is 4 and 2 into 4 is 8. അപ്പൊ so we get 1/2 is equal to 4/8 എന്ന് കിട്ടി. ഇനി here the denominator is 8, here also the denominator is 8. ഇനി 3/4. We know 4 into 2 is equal to 8 അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 into 2, അതേപോലെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4 into 2. 3 into 2 എത്രയാണ്? 6 ആണ്. 4 into 2 എത്രയാണ്? 8 ആണ്. So we get 3/4 is equal to 6/8. അപ്പൊ 1/2ന് പകരം
we write it as 4 by 8, then 5 by 8, 3 by 8, 6 by 8. Now we get like fractions. All fractions in 8 denominator. Now when all the fractions have the same denominator, smaller the numerator, smaller the fraction. Bigger the numerator, bigger the fraction. So the smallest denominator is 3 by 8. So 3 by 8 is the smallest. 4 by 8 means 1 by 2. 1 by 2. Then 5 by 8. And 3 by 4 is the biggest. So we have arranged this into ascending order. ആദ്യം എല്ലാത്തിനെയും like fractions ആക്കി, fractions with same denominator ആക്കി. അപ്പം എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതെല്ലാം സെയിം ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കുക. ഇനി ഡിനോമിനേറ്റർ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ചേഞ്ച് ചെയ്യണം. സോ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ ദ സെയിം നമ്പർ. എന്നിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ ഓർഡർ. Now let us look at the next question. These diagrams shows equivalent fractions. So ഇവിടെ കാണിച്ചിരിക്കുന്നത് equivalent fraction ആണ്. 1 by 4 ഇത് 1 by 4 ആണ്. ഇതും equal ആണ്. What fraction does this represent? ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഉണ്ട്. ഈ ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ represent ചെയ്യാം? 3 by 12 ആണ്. This is 3 by 12. Ido 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. 24 equal parts. 1, 2, 3, 4, 5, 6. 6 by 24 ആണ് ഈ fraction. Now, ഇവിടെ unshaded part ഉണ്ട്, ഇല്ലെങ്കിൽ കളർ ചെയ്യാത്ത പാർട്ടിന്റെ ഫ്രാക്ഷൻ എഴുതി. ഇവിടെ കളേർഡ് പാർട്ട് 3 by 4. അപ്പൊ ഇത് എത്രയാണ് വരിക? ദിസ് ഇസ് 9 by 12. അല്ലെ? ഇത് റിപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ 9 by 12 ആണ്. ഇത് റിപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ 18 by 24. 18 by 24. See, ഇവിടെ നോക്കിയാൽ മതി. 4 into 3 12 ആണ്. 3 into 3 9 ആണ്. 4 into 6 is 24. 3 into 6 is 18. So multiply the numerator and denominator by the same number. ഇവിടെ ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ വരുമ്പോൾ ഡിനോമിനേറ്ററിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ന്യൂമറേറ്ററിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. So I hope this is clear to all of you. To find equivalent fractions, multiply the numerator and denominator by the same value. Numerator name, denominator name, same value കൊണ്ട് multiply ചെയ്യുക. അപ്പോൾ 3 by 4 ന്റെ equivalent fraction ആണ് 9 by 12 എന്ന് പറഞ്ഞു. അല്ലേ? 3 into 3 is 9 and 4 into 3 is 12. 9 by 12. ഇവിടെ രണ്ടിടത്തും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Now looking at the next fraction, 3 by 4. Multiply the numerator by 6. 3 into 6. 4 into 6. അപ്പോൾ രണ്ടിനെയും നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 6 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 into 6 is 18. 4 into 6 is 24. So you get the fraction 18 by 24. ഇതിനെയാണ് നമ്മൾ equivalent fraction. To find equivalent fraction, multiply the numerator and denominator by the same number. അപ്പോൾ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിനെ 3. ന്യൂമറേറ്ററിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിനെ 6 ഉണ്ട്. അതാണ് സെയിം നമ്പർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. So I hope this is clear to all of you. Please watch the video, children.
Any doubts? Post it in the stream. Thank you and take care.